ആഹാരവും അന്യായമതും വായ്കൈ വെടിയേണം നോമ്പിൽ. നോമ്പിതു ശിക്ഷയ്ക്കാകായ് വാൻ നാവു നിയന്ത്രിതമാകേണം. സിംഹക്കുഴിയിൽ ദാനിയേൽ നോറ്റൊരു നോമ്പേറ്റം കാമ്യം. ആ സിംഹങ്ങൾ ധാർമ്മികനോ ൊത്തുപവാസം പാലിച്ചു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ നോമ്പുകാലവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോമ്പുകാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വർഷവും നോമ്പുകാലം അടുക്കുമ്പോൾ നമ്മളെ പഴയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? പുതിയ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും നോമ്പുകാലത്ത് സ്വീകരിക്കുവാൻ നാം ഒരുങ്ങാറുണ്ട്. അങ്ങനെ ഒരുങ്ങുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിലും ഒരു മാറ്റം വരുത്തിക്കൂടാ? ഈ നോമ്പ് കാലത്ത്, നോമ്പിന്റെ ഈ ആദ്യ ദിനങ്ങളിൽ നമുക്കൊരു പ്രാർത്ഥന അങ്ങോട്ട് അർപ്പിച്ചൂടെ? നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന പ്രാർത്ഥന. യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന വഴി നമുക്ക് കരുണയും ഉദാര മനസ്കതയും നിറഞ്ഞ ഒരു ഹൃദയം ലഭിക്കും. സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് ദൈവത്തോട് നമുക്ക് ഇപ്രകാരം അപേക്ഷിക്കാം: ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് ചേർന്ന വിധം ജീവിക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. അതിനായി കരുണാമയനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.